പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സൈലം പി എസ് സിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗ്ലാക്സോ. ജോമെട്രിയുടെ പിതാവായ യൂക്ലിഡിൻ്റെ വർക്കാണ് എലമെൻറ്റ്സ് എന്ന പുസ്തകം. എലമെൻറ്റ്സ് വായിച്ച് അവിടുത്തെ ഭരണാധികാരി യൂക്ലിഡിനോട് ചോദിക്കുന്നുണ്ട്, ഈ ജോമെട്രി പഠിക്കാൻ എന്തെങ്കിലും സ്മാർട്ട് ഡീവിയേഷൻസ് ഉണ്ടോ, ഏതെങ്കിലും ആൾട്ടർ അപ്രോച്ച് ഉണ്ടോ, ഡയറക്റ്റ് മെത്തേഡ് അല്ലാതെ ജോമെട്രി പഠിക്കാൻ എന്തെങ്കിലും ഒരു ആൾട്ടർ മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം യൂക്ലിഡ് പറയുന്ന മറുപടി ദർ ഈസ് നോ റോയൽ റോഡ്സ് ടു ജോമെട്രി എന്നാണ്. റോയൽ റോഡ് ആ നാട്ടിലെ ഒരു ഷോർട്ട് കട്ട് പാത്താണ്. ജോമെട്രിയിലേക്ക് റോയൽ റോഡ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ജോമെട്രിയിൽ എന്തില്ല? ഷോർട്ട് കട്ടുകൾ ഇല്ല. അപ്പോൾ ഫാദർ ഓഫ് ജോമെട്രി തന്നെ പറയുന്നുണ്ട്, യൂക്ലിഡ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ജോമെട്രിയിൽ ഷോർട്ട് കട്ടുകളില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളും ജോമെട്രി പഠിക്കാൻ ഇഷ്ടപ്പെടാത്തത്. നമ്മുടെ സിലബസിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒമിറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ, എപ്പോഴും മാത്സിൻ്റെ സിലബസിൽ മെജോറിറ്റി ആളുകളും ഒമിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ജോമെട്രി തന്നെയാണ്. എന്നാൽ ജോമെട്രി അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറച്ച് ഇക്വേഷനൊക്കെ പഠിക്കണം, ആ ഒരു ഷേപ്പ് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം, അതിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കിയെടുത്താൽ കാര്യങ്ങൾ കംഫർട്ടബിളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത് വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോൺ എന്ന ഏരിയയിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ കോണിനെ ഒന്ന് പരിചയപ്പെട്ടിട്ടാണ് നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് എൻട്രി ചെയ്യാം. കോണിൻ്റെ ബേസ് ലെവൽ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതേണ്ട നിങ്ങൾ ഈ കാണുന്നേ കോണിൻ്റെ ബേസ് എന്താ? ഒരു സർക്കുലർ ഷേപ്പാണ്. അപ്പം ഞാൻ വരച്ചിരിക്കുന്ന ഈ ലൈൻ എന്താ? അതിൻ്റെ റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ്. ഓക്കെ ആണോ? ഇനി ആ ബേസിൻ്റെ സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ ലൈനാണ് അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉന്നതി. ആണോ? അപ്പോൾ ആ ബേസിൻ്റെ സെൻറ്ററിൽ നിന്നുകൊണ്ട് ആ സർക്കിളാണ് ആ ബേസ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഉന്നതി, ലംബമാണ് ഉന്നതി. ഇനി ഈ വരച്ച ഈ ലൈൻ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ, അതാണ് ചരിവുയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും. ഓക്കെ ആണോ? അപ്പം 3 പാരാമീറ്റേഴ്സാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയത്? ആരത്തിനെ പറ്റി പറഞ്ഞു, ഉന്നതിയെ പറ്റി പറഞ്ഞു, ചരിവുയരം അല്ലെങ്കിൽ പാർശ്വോന്നതി എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ 3 പാരാമീറ്റേഴ്സാണ്. ഇതാണ് ബേസ് ലെവൽ പാരാമീറ്റേഴ്സ്. ഇവർ മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാ ഇക്വേഷൻ്റെ അകത്തും. ഓക്കെ ആണോ? നമുക്ക് പഠിച്ചെടുത്താലോ? കാര്യങ്ങളിലേക്ക് എൻട്രി ചെയ്യാം. അപ്പം ബേസ് ലെവൽ പാരാമീറ്റേഴ്സിനെ പരിചയപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഈ 3 പാരാമീറ്റേഴ്സിനെയും കണക്ട് ചെയ്ത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും അവിടെ ആര് ഫോം ചെയ്യുന്നുണ്ട്? ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഒരു മട്ടത്രികോണത്തിനെ അവിടെ കാണാൻ കഴിയുന്നില്ലേ? ഓക്കെ ആണോ? പൈതഗോറസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്യാലോ? പൈതഗോറസ് തിയറം നമുക്ക് എല്ലാം അറിയാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പാരാമീറ്റേഴ്സ് വെച്ച് അതിനൊന്ന് പറയൂ എന്നോട്. ഇവിടുത്തെ കർണം ആരാ? ഇവിടുത്തെ കർണം സ്ലാൻഡ് ഹൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞ എല്ലാണ്. ഓക്കെ ആണോ? അപ്പം കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? പാദം ഇവിടെ എത്രയാണ്? റേഡിയസ് ആയ 6 ആണ്. അപ്പോൾ R സ്ക്വയർ പ്ലസ് ഹൈറ്റ് എത്രയാ? H എന്നാണ് നമ്മൾ എടുത്തത്, H സ്ക്വയർ. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഇതാണ് അതിൻ്റെ ഒരു ബേസ് ലെവൽ 3 പാരാമീറ്റേഴ്സ് ഉള്ളത്. ഇവരെ റിലേറ്റ് ചെയ്തുള്ള ഇക്വേഷനൊക്കെ ഉള്ളു ഇതിൽ പഠിക്കാൻ, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെന്നേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒരു വൃത്തസ്തൂപികയുടെ ഒരു കോണിൻ്റെ ചരിവുയരം 20 സെൻറ്റിമീറ്റർ. അതിൻ്റെ ആരവും തന്നിട്ടുണ്ട്, ആരം 16 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് വക്രതല വിസ്തീർണം കണ്ടുപിടിക്കണം. പേരിച്ചിരി കടുപ്പമുള്ളതാ അല്ലേ? വക്രതല വിസ്തീർണം ഒന്നുമില്ലെന്നേ. വക്രതല വിസ്തീർണം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ടി ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ വളഞ്ഞിരിക്കുന്ന ആ മുഖത്തിൻ്റെ ഏരിയ അത്രേ ചോദിക്കുന്നുള്ളൂ. വക്രതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ കർവ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു റീജിയന്റെ ഏരിയക്കാണ് ഈ വക്രതല വിസ്തീർണം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയാം.
പോയിന്റ് ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ അത് തന്നെയാണ്. ഒരു കോണിന്റെ, ഒരു വൃത്ത സ്തൂപികയുടെ കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. കർവ്ഡ് സർഫസ് ഏരിയ എന്താണെന്ന് മനസ്സിലായല്ലോ. അത് കാണാനുള്ള ഇക്വേഷൻ ആദ്യം പഠിക്കുന്നു. ഇക്വേഷൻ സിമ്പിൾ ആണ്, ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടുകളുള്ള ഇക്വേഷൻ ഒന്നുമല്ല. അത് പൈ ആർ എൽ ആണ്. ആർ എന്ന് പറഞ്ഞാൽ ആരമാണ്, എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിവുയരമാണ്, പാർശ്വോന്നതിയാണ്. ഓക്കെ അല്ലേ? നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഈ ചോദ്യത്തിൽ പാരാമീറ്റേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. റേഡിയസും തന്നിട്ടുണ്ട്, ചരിവുയരവും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം പോരായോ. പൈ ഇൻറ്റു റേഡിയസ് എത്രയാ? 16 സെന്റിമീറ്റർ ആണ്. ചരിവുയരം എത്രയാ? 20 ആണ്. 16 ഗുണം 20 എത്രയാ എൻ്റെ കുട്ടികളെ? 320 ആണ്. അപ്പൊ നമുക്ക് കിട്ടും 320 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പറയുന്ന വൃത്ത സ്തൂപികയുടെ വക്രതല വിസ്തീർണം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ ആണോ? ഇക്വേഷൻ ഫെമിലിയർ ആയോ? പൈ ആർ എൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒരു വൃത്ത സ്തൂപികയുടെ ഉന്നതി, ഹൈറ്റ് തന്നിരിക്കുന്നു 12 സെന്റിമീറ്റർ. അതിന്റെ ആരവും അവൈലബിൾ ആ ആരം 9 സെന്റിമീറ്റർ. നമുക്ക് വീണ്ടും കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല വിസ്തീർണം തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇക്വേഷൻ എന്താ? പൈ ആർ എൽ ആണ് ഇക്വേഷൻ. അത് ഫെമിലിയർ ആയി കഴിഞ്ഞു. 6 റേഡിയസാ, എല്ല് ചരിവുയരമാ. പക്ഷേ ഈ ചോദ്യത്തിൽ എന്ത് തന്നിട്ടില്ല? എല്ല് തന്നിട്ടില്ല. അല്ലേ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഉന്നതിയാ തന്നിരിക്കുന്നത്, ഹൈറ്റാ തന്നിരിക്കുന്നത്, സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടില്ല. എല്ലെന്ന് പറയുന്ന ചരിവ് ഉയരം തന്നിട്ടില്ല. അതാണ് ആ ചോദ്യത്തിന്റെ ഒരു കുഴപ്പം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആ 3 പാരാമീറ്റേഴ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? പൈതഗോറസ് തിയറം വെച്ചൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. എന്തായിരുന്നു ആ കണക്ഷൻ? പാദം സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ എന്തിനു തുല്യമെന്നാണ് നമ്മൾ പഠിച്ചത്? എൽ സ്ക്വയറിന് തുല്യമെന്ന് പഠിച്ചായിരുന്നു. സ്ലാൻഡ് ഹൈറ്റിന്റെ സ്ക്വയറിന് തുല്യമെന്ന് പഠിച്ചു. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ റേഡിയസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഇവിടുത്തെ റേഡിയസ് എത്രയാ? 9 ആണ്. 9 സ്ക്വയർ പ്ലസ് എച്ച് ഹൈറ്റ് എത്രയാ? 12 ആണ്. 12 സ്ക്വയർ ആണ് എൽ സ്ക്വയർ എന്നൊരു കൺക്ലൂഷനിൽ നമുക്ക് എത്താം. അല്ലേ? 9 സ്ക്വയർ എത്രയാ? 81 ആണ്. 12ന്റെ സ്ക്വയർ 144 ആണ്. ഈ കൂട്ടി കിട്ടുന്നതാണ് നമ്മുടെ എൽ സ്ക്വയർ. 144 81 കൂട്ടിയാൽ എത്രയാ വരുന്നേ? 225 വരും. അപ്പം എൽ സ്ക്വയറിന്റെ വാല്യൂ ആണ് ഈ പറയുന്ന 225. അപ്പൊ എൽ എത്രയാ? √225 ആണ്. എല്ലിന്റെ വാല്യൂ നമുക്ക് 15 സെന്റിമീറ്റർ എന്നുള്ള ഒരു കൺക്ലൂഷനിലെത്താം. എല്ല് കിട്ടിക്കഴിഞ്ഞു. ഇനി കാര്യങ്ങൾ കംഫർട്ടബിൾ അല്ലേ? ഇനി എന്താ കാണണ്ടേ? വക്രതല വിസ്തീർണത്തിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ല് നമുക്ക് അവൈലബിൾ ആയി കഴിഞ്ഞു. ഇക്വേഷൻ നിങ്ങൾക്കറിയാം, കർവ്ഡ് സർഫസ് ഏരിയ ഇക്വേഷൻ പൈ ആർ എൽ ആണ്. ഓക്കെ ആണോ? അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. പൈ ഇൻറ്റു ആർ അവൈലബിൾ ആ 9 ആണ്. എല്ല് 15 ആണ്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. 15 ഗുണം 9 എത്രയാ? 135 ആണ്. അപ്പം കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ 135 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അപ്പം കർവ്ഡ് സർഫസ് ഏരിയയുടെ ചോദ്യങ്ങൾ 2 രീതിയിലാണ് വരുന്നത്. വക്രതല വിസ്തീർണത്തിന്റെ ചോദ്യങ്ങൾ 2 രീതിയിൽ. ഡയറക്റ്റ് പാരാമീറ്റേഴ്സ് അവൈലബിൾ ആകുന്ന ചോദ്യങ്ങളുമുണ്ട്. ഇതേപോലെ എല്ല് കണ്ടുപിടിച്ചിട്ട് നമ്മൾ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ചോദ്യമുണ്ട്. എങ്ങനെയാണെങ്കിലും എൻ്റെ കുട്ടികൾ ചെയ്യും, ഉറപ്പാണ്. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യങ്ങളിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്. ഒരു വൃത്തസ്തൂപികയുടെ ചരിവ് ഉയരം 12 സെന്റിമീറ്റർ ആണ്. ആരവും തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ഒന്ന് മാറിയിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? ഉപരിതല വിസ്തീർണം, ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമുക്ക് അവിടെ കാണേണ്ടത്. നേരത്തെ എന്താ കണ്ടത്? വക്രതല വിസ്തീർണം. ഇവിടെ എന്താ കാണേണ്ടത്? ഉപരിതല വിസ്തീർണം. എന്താണ് ഡിഫറൻസ്? നമ്മൾ പറഞ്ഞു കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല വിസ്തീർണം നിങ്ങൾക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ കർവ്ഡ് ആയിട്ടുള്ള ആ ഫേസിന്റെ ഏരിയയാണ് കർവ്ഡ് സർഫസ് ഏരിയ. ഇവിടെ ഉപരിതല വിസ്തീർണം ആ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ പറയുന്നത് പോലെ എല്ലാരെയും കൺസിഡർ ചെയ്യണം. ഇനി ഒരു ഫേസും കൂടെ കൺസിഡർ ചെയ്യാനുണ്ടല്ലോ. അത് ആരാണ്? ബേസ്, പാദം. ഓക്കെ ആണോ?
അപ്പം ഞാനൊന്ന് സ്ലൈഡിൽ എഴുതുകയാണ്. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷനൊക്കെ നമുക്കറിയാം, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്ന ടോട്ടൽ സർഫസ് ഏരിയ എന്ന റീജിയനിലാണ് നമ്മൾ നിൽക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാ സർഫസിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ കൺസിഡർ ചെയ്യാൻ ആരുണ്ട് നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടുത്തെ ഈ ബേസ് ഏരിയയും കൺസിഡർ ചെയ്യണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കർവ്ഡ് സർഫസ് ഏരിയയും കൺസിഡർ ചെയ്യണം. രണ്ടു പേരും കൂടെ ചേരുന്നതല്ലേ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നേ? ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ബേസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ? അതൊരു സർക്കുലർ ഷേപ്പാ. അതിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷനൊക്കെ എൻ്റെ കുട്ടികൾക്ക് അറിയാം. എന്താ ഇക്വേഷൻ? ബേസ് ഏരിയയുടെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. ഏതൊരു സർക്കിളിൻ്റെയും ഏരിയ കാണുന്ന ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. അപ്പം ബേസിൻ്റെ ഏരിയ കിട്ടി. അതിനൊപ്പം എന്തിനെ കൂടി കൺസിഡർ ചെയ്യണം? കർവ്ഡ് സർഫസ് ഏരിയ കൂടി കൺസിഡർ ചെയ്യണം. അതിൻ്റെ ഇക്വേഷൻ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. പൈ ആർ എൽ ആണ്. നമ്മളത് ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞൊരു ഏരിയ. അങ്ങനെയെങ്കിൽ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പൈ ആറിനെ കോമൺ എടുത്താൽ എന്ത് വരും എൻ്റെ കുട്ടികളെ? പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ. ഓക്കെ ആണോ? അങ്ങനെ ഇപ്പം ഇക്വേഷൻ കാണാതെ പഠിച്ചില്ലെങ്കിലും സാരമില്ല, മനസ്സിൽ ആ കൺസെപ്റ്റ് ഉണ്ടോ, കാര്യങ്ങളോ ഓക്കെയാണ്. കർവ്ഡ് സർഫസ് ഏരിയ എനിക്ക് പൈ ആർ എൽ എന്ന് അറിയാം. അങ്ങനെയെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ ആരെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം? ബേസ് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. പൈ ആർ എല്ലിൻ്റെ കൂടെ എന്തുകൂടി കൂട്ടിവെച്ചാൽ മതി? പൈ ആർ സ്ക്വയർ കൂടി കൂട്ടിവെച്ചാൽ കാര്യം കഴിഞ്ഞെന്നേ. ഓക്കെ ആണോ? ഇക്വേഷൻ കാണാതെ പഠിക്കാൻ ഇഷ്ടമുള്ളവർ കാണാതെ പഠിച്ചോളൂ. പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ ആണ് ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. എന്നാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇക്വേഷൻ അവൈലബിൾ ആയി. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ ആണ് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു ആർ എത്രയാണ്? ഇവിടെ 6 ആണ്. 6 ഇൻറ്റു 6 പ്ലസ് എല്ലും തന്നിട്ടുണ്ട്, ചരിവ് ഉയരവും തന്നിട്ടുണ്ട്, 12 എന്ന് പറയുന്നുണ്ട് ചോദ്യത്തിൽ അല്ലേ? പൈ ഇൻറ്റു 6 ഇൻറ്റു 12 മാറും 18 ആണ്. 18 ഗുണം 6 എത്രയാ? 108 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ നമ്മുടെ ആൻസറാണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ സിമ്പിളാന്നേ. ആ ഒരു ഇക്വേഷൻ ഒന്ന് ഫെമിലിയർ ആയ കാര്യങ്ങളൊക്കെയാണ്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ച് ബേസ് ഏരിയ കൂടി കൺസിഡർ ചെയ്യണമെന്നുള്ളത് കൊണ്ട് കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ഒപ്പം ബേസിൻ്റെ ഏരിയ കൂടി കയറും. എന്ന് പറഞ്ഞാൽ ആര് കൂടി കയറും? പൈ ആർ സ്ക്വയർ കൂടി വരും. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഒരു ചോദ്യം കൂടെ ചെയ്താലോ? ഒറ്റ ചോദ്യം കൂടെ നോക്കിയേ. ഉപരിതല വിസ്തീർണത്തിൽ ഒരു ചോദ്യം കൂടി. ഇവിടെ ഉന്നതി തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ, ആരം തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. നമുക്ക് ഉപരിതല വിസ്തീർണം കാണണം. പ്രശ്നം എന്താ ചോദ്യത്തിലെ? ടോട്ടൽ സർഫസ് ഏരിയ ഇക്വേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ ഇക്വേഷൻ്റെ അകത്ത് ഉന്നതിക്ക് കാര്യമൊന്നുമില്ല. ഉന്നതി എച്ച് എന്ന ഒരാൾക്ക് അവിടെ ഒരു റോളുമില്ല. നമുക്ക് വേണ്ടത് എല്ലാണ്, സ്ലാൻഡ് ഹൈറ്റ് ആണ്, ചരിവുയരമല്ലേ അവിടെ വേണ്ടത്. ചരിവുയരം തന്നിട്ടില്ലെങ്കിലും അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആരെ ഉപയോഗിക്കാം? ഉന്നതിയെ ഉപയോഗിക്കാം. നമുക്കറിയാം ഇക്വേഷൻ, നിങ്ങളത് കംഫർട്ടബിൾ ആയി കഴിഞ്ഞു. എല്ല് കാണാനായിട്ട് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ് ഇപ്പോൾ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ സ്ക്വയർ, ആറിൻ്റെ വാല്യൂ, ആരത്തിൻ്റെ വാല്യൂ 6 സെൻറ്റിമീറ്റർ ആണ്. 6ൻ്റെ സ്ക്വയർ എന്ന് ഞാൻ അങ്ങ് എഴുതുക കേട്ടോ. 36 പ്ലസ് എച്ച് സ്ക്വയർ, ഹൈറ്റ് എത്രയാ? 8 എന്ന് പറയുന്നുണ്ട്. 8ൻ്റെ സ്ക്വയർ അപ്പം എത്ര? 64. എൽ സ്ക്വയർ അപ്പം എത്ര എന്ന് കിട്ടി? എൽ സ്ക്വയർ നമുക്ക് 100 എന്ന് കിട്ടുന്നു. അങ്ങനെയെങ്കിൽ എൽ എത്രയാന്ന് ചോദിച്ചാൽ 10 സെൻറ്റിമീറ്ററാണ്. ഓക്കെ ആണ് എൻ്റെ കുട്ടികൾ. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതോ? എല്ലാ വാല്യൂസും അവൈലബിൾ ആയില്ലേ? ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ ആണ് നമ്മുടെ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഞാൻ. പൈ ഇൻറ്റു ആർ എത്രയാ? ആർ 6 ആണ്. 6 ഇൻറ്റു ആർ പ്ലസ് എൽ ആണ് 6 പ്ലസ് ആറിൻ്റെ വാല്യൂ 6 ആണ്. 6 പ്ലസ് ലെങ്ത് എത്രയാ? 10 സെൻറ്റിമീറ്റർ. ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാണ് സ്ലാൻഡ് ഹൈറ്റിൻ്റെ ലെങ്ത്. എത്രയാണെന്ന് ചോദിച്ചാൽ അത് 10 ആണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അത് 10 ആണ്. ഓക്കെ ആണോ? മുന്നോട്ട് പോകാമല്ലോ. അപ്പം പൈ ഇൻറ്റു ബ്രാക്കറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് 16 ആയി. പൈ ഇൻറ്റു 6 ഇൻറ്റു 16 ആകും. എന്ത് വരും നമ്മുടെ ആൻസർ? 96 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? കംഫർട്ടബിൾ ആണോ നിങ്ങൾ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ച കോണിനെ പറ്റി.
എങ്ങനെയാണ് കർവ്ഡ് സർഫസ് ഏരിയ കാണുന്നത്? വക്രതല വിസ്തീർണം എങ്ങനെ കാണും? പൈ ആർ എൽ. ഓക്കെ ആണോ? ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം എങ്ങനെ കാണുമെന്ന് അടുത്ത പറഞ്ഞ്. ഉപരിതല വിസ്തീർണം കാണാൻ ഇത്രയും ആലോചിച്ചാൽ മതി. ആരെ കൂടി കൺസിഡർ ചെയ്യണം? ബേസ് ഏരിയ കൂടി കൺസിഡർ ചെയ്യണം. അത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ച കർവ്ഡ് സർഫസിനൊപ്പം ബേസ് ഏരിയയും കൂടെ വരും. പൈ ആർ എല്ലിനൊപ്പം പൈ ആർ സ്ക്വയറിനെ കൂടി കൺസിഡർ ചെയ്യുന്നു. ഇക്വേഷനായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ. ഓക്കെ ആണല്ലോ? അപ്പം കോൺ എന്ന ചാപ്റ്ററിലെ കോണിനെ ഡീൽ ചെയ്യുന്ന 2 ബേസ് ലെവൽ ഇക്വേഷൻ പഠിച്ചു. ഇനി ഒരെണ്ണം കൂടെ ഉള്ളെന്നേ പഠിക്കാൻ. അതിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്. ഒരു വൃത്തസ്തൂപികയുടെ ഉന്നതി 10 സെന്റിമീറ്റർ, ആരം 6 സെന്റിമീറ്റർ. വി ഹാവ് ടു ഫൈൻഡ് വ്യാപ്തം, വോളിയം കണ്ടുപിടിക്കണം നമുക്ക്. ഓക്കെ ആണോ? ഏരിയ കാണാനൊക്കെ പഠിച്ചു. ഏരിയക്കകത്ത് ആർക്കാ റോളുള്ളത്? സ്ലാൻഡ് ഹൈറ്റിനാ, ചരിവുയരത്തിനാ റോളുള്ളത്. പക്ഷേ വോളിയത്തിനകത്ത് അയാൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. വോളിയത്തിൻ്റെ അകത്ത് വോളിയം എന്താ? ഇറ്റ്സ് ദ കപ്പാസിറ്റി. ആ ഒരു കോണിന്റെ കപ്പാസിറ്റിക്ക് പറയുന്നതാണ് നമ്മൾ വോളിയം എന്നാണ്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ സ്ലാൻഡ് ഹൈറ്റിന് സ്ഥാനമൊന്നുമില്ല. അപ്പൊ ഇക്വേഷൻ എന്താ? വോളിയത്തിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു നോക്കുക. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ മറ്റൊന്നുമല്ല, 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഒരു വൃത്തസ്തൂപികയുടെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. ഒന്നും കൂടെ പറയുമോ? ഇക്വേഷൻ എന്താ? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ക്ലിയർ ആണോ? കാര്യങ്ങൾ മുന്നോട്ട് പോകാമല്ലോ. ഇവിടെ വാല്യൂസ് എല്ലാം ഡയറക്ട്ലി അവൈലബിൾ ആ. 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എത്രയാണ്? ആരം 6 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ 6 സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാ? 10. നമുക്ക് പ്രൊസീഡ് ചെയ്യാം. 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ 36 ആണ്. 36 ഗുണം 10. 36 3 അങ്ങ് കട്ടായി പോത്തില്ലേ? പിന്നെ എന്ത് വന്നു? 12 വന്നു അല്ലേ? 12 ഗുണം 10 120 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 120 പൈ സെന്റിമീറ്റർ ക്യൂബാണ് ആ ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം. ഓക്കെ ആണോ? അടുത്ത ഇക്വേഷന് നമ്മുടെ പോക്കറ്റിലായി. എന്താ ഇക്വേഷൻ? വോളിയത്തിന്റെ ഇക്വേഷനാ പഠിച്ച്. 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച്. 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ ആണല്ലോ? ഒരു ചോദ്യം കൂടെ നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. കോണാകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ ആരം 9 സെന്റിമീറ്റർ, ഉന്നതി 14 സെന്റിമീറ്റർ ആണെങ്കിൽ എത്ര ലിറ്റർ വെള്ളം അതിൽ നിറയ്ക്കാനാകും എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആ ഒരു കോണിന്റെ, ഒരു ഇൻവെർട്ടഡ് കോണാ, ആ ഒരു കോണിന്റെ കപ്പാസിറ്റി എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റി കാണാൻ പറഞ്ഞാൽ എന്ത് കാണണം? വോളിയം കാണണം. അപ്പം വോളിയം കാണേണ്ട ചോദ്യം തന്നെയാണ്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ, ഇവിടെ റേഡിയസ് 9 ആണ്, ഇൻറ്റു എച്ച് ഹൈറ്റ് എത്രയാ? 14 പറയുന്നുണ്ട്. നമുക്ക് കറക്റ്റ് കപ്പാസിറ്റി അറിയണം, ലിറ്ററിൽ അറിയണം. അപ്പം പൈയെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. പൈയുടെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/3 ഇൻറ്റു പൈയുടെ വില എത്രയാ? 22/7 ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ 3.14 ഇട്ട് കൊടുത്താലും മതി. 22/7 ഇടുന്നതായിരിക്കും അല്പം കൂടി നല്ലത്. ഓക്കെ, 9ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 9 ഗുണം 9 ഗുണം 14. ക്ലിയർ ആണോ? കാൽക്കുലേഷൻ കട്ട് ചെയ്യേണ്ടവരെ കട്ട് ചെയ്യാമല്ലോ. 3നെയും ഒരു 9നെയും കൂടെ കട്ട് ചെയ്ത് കളയാം. 7നെയും ഒരു 14നെയും കൂടെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തു വന്നു ബാക്കി? ഇവിടെ ഒരു 22 ഉണ്ട്. ബാക്കി 3 ഗുണം 9 ഗുണം 2. 9 3 27 2 54 ആണ്. 22 ഗുണം 54 എത്രയാ? 1188 സെന്റിമീറ്റർ ക്യൂബ്. ക്ലിയർ ആയോ? എന്ത് കണ്ടുപിടിച്ചു? വോളിയം കണ്ടുപിടിച്ചു. പക്ഷെ ആ ചോദ്യത്തിൽ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? നമ്മുടെ ആൻസർ സെന്റിമീറ്റർ ക്യൂബിലല്ല വേണ്ടത്. ചോദ്യം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആൻസർ എന്തിൽ വേണം? ലിറ്ററിൽ വേണം. അപ്പൊ ഒരു ജോലി കൂടി നമുക്ക് ബാക്കി. എന്താ ജോലി? സെന്റിമീറ്റർ ക്യൂബിൽ കിട്ടിയ ആൻസറിനെ ലിറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യണം. എളുപ്പമാണ്. സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി എന്ന് എളുപ്പമുള്ള കാര്യമാ. എന്താ? സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ
1000 കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. 1188 സെന്റിമീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആണെന്ന് കാണാൻ ഞാൻ 1000 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 1.188 ലിറ്റർ ആയിരിക്കും ആ ഒരു കോണിന്റെ കപ്പാസിറ്റി. ക്ലിയർ ആണോ? അപ്പം വോളിയത്തിനെ കണക്ട് ചെയ്ത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ചോദ്യങ്ങൾ വരും. കപ്പാസിറ്റി എന്ന് പറയുന്ന വോളിയം തന്നെയാണ് മനസ്സിലാക്കുക. പിന്നെ ഒരു പോയിന്റ് കൂടി പറഞ്ഞായിരുന്നു, സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1000 കൊണ്ട് ഹരിക്കണം. അത് മറക്കരുത്. ഓക്കെ ആണല്ലോ? ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചോദ്യം ഇതാണ്: തുല്യവ്യാപ്തങ്ങളുള്ള 2 വൃത്തസ്തൂപികളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 4:5. അവരുടെ ഉന്നതികൾ തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? അപ്പൊ എന്താ പറയുന്നത്? ചോദ്യം പറയുന്നത് 2 വൃത്തസ്തൂപികളുണ്ട്. ഒന്നാമത്തെ ആളുടെ വോളിയവും രണ്ടാമത്തെ ആളുടെ വോളിയം തുല്യമെന്ന് പറയുന്നുണ്ട് അല്ലേ? 2 പേരുടെയും വോളിയം തുല്യമാണ്. ഒന്നാമത്തെ ആളുടെ വോളിയത്തിന്റെ ഇക്വേഷൻ ഞാനൊന്ന് എഴുതുക കേട്ടോ. 1/3 പൈ r1 എന്നിടുക, h1 എന്ന് ഇടുന്നു. അപ്പുറത്ത് നമുക്ക് 1/3 പൈ രണ്ടാമത്തെ ആളിന്റെ പാരാമീറ്റേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഞാനൊരു 2 കൂടി ഇട്ട് കൊടുത്തു. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആര് ക്യാൻസൽ ആയിപ്പോവും? 1/3 പൈ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റാണ്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അയാൾ അങ്ങ് ക്യാൻസൽ ആയിപ്പോവും. ബാക്കി അവിടെ എന്തുണ്ട്? r1² h1 = r2² h2 എന്ന് ആകും. ഓക്കെ ആണോ? നമുക്ക് എന്താ കാണണ്ടേ? ഉന്നതികൾ തമ്മിലുള്ള അംശബന്ധമാ കാണണ്ടേ. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കണ്ടുപിടിക്കണ്ടേ h1/h2 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. 1/3 പൈ അപ്പുറത്തും ഇപ്പുറത്തും ക്യാൻസൽ ആയി, അത് മറക്കണ്ട. എനിക്ക് ബാക്കിയുള്ളവരെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? റൈറ്റ് സൈഡിൽ ഒരു r2² ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന r1² ഇപ്പുറത്തോട്ട് വരും. ഓക്കെ ആണോ? അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഹൈറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് r2²/r1². ക്ലിയർ ആണേ? ഇനി ചോദ്യത്തിൽ എന്താ തന്നിരിക്കുന്നത്? റേഷ്യോ തന്നിട്ടുണ്ട്. റേഡിയസുകളുടെ ആരത്തിന്റെ അംശബന്ധം തന്നിട്ടുണ്ട് 4:5. ശ്രദ്ധിക്കേണ്ട കാര്യം r1:r2 ആണ് തന്നിരിക്കുന്നത് 4:5. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാ? r2:r1ന്റെ സ്ക്വയറാ കാണണ്ടേ. r2:r1 എത്ര? 5:4. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ എത്രന്ന് ചോദിച്ചാൽ r2/r1 5/4 ആണെന്ന് മനസ്സിലായി. അവനെ അങ്ങ് സ്ക്വയർ ചെയ്താൽ പോരായോ? അപ്പൊ എന്ത് കിട്ടും? 25/16. അപ്പൊ നമ്മുടെ ആൻസർ 25:16 ആണ്. ഈ ഒരു ചോദ്യത്തിൽ അവരുടെ ഹൈറ്റുകൾ തമ്മിലുള്ള അംശബന്ധം. ക്ലിയർ ആയോ? വോളിയം എന്ന ഏരിയയിൽ നിന്ന് വരുന്ന വേറൊരു ആപ്ലിക്കേഷൻ ചോദ്യം നമ്മൾ പരിചയപ്പെട്ടതേ ഉള്ളൂ. അപ്പൊ കോണെന്ന ചാപ്റ്ററിലെ ഫണ്ടമെന്റൽസ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ഓക്കെ ആണോ? ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി എനിക്കൊപ്പം ഓർത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആദ്യം പഠിച്ചത് എന്താ? കോണിന്റെ ഷേപ്പ് കണ്ടിട്ട് 3 പാരാമീറ്റേഴ്സ് അവിടെ കോണിനെ ഗവേൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അല്ലേ? ഹൈറ്റ് ഉണ്ട്, ഉന്നതിയുണ്ട്, ആരമുണ്ട്, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്. അവർ തമ്മിലുള്ള റിലേഷൻ ഇത്രയേ ഉള്ളൂ. h² + r² എന്താണ്? l². പൈതഗോറസ് തിയറം വെച്ചാണ് നമ്മളത് ചെയ്തത്. പിന്നെ നമ്മൾ പഠിച്ചു കർവ്ഡ് സർഫസ് ഏരിയ പഠിച്ചു. ഒരു കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ വക്രതല വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. അതും എൻ്റെ കുട്ടികൾക്ക് കംഫർട്ടബിൾ ആണ്. ഇക്വേഷൻ മറ്റൊന്നുമല്ല, πr_l ആണ്. കർവ്ഡ് സർഫസ് ഏരിയയും ക്ലിയർ ആണ്. അത് കഴിഞ്ഞ് എന്താ പഠിച്ചത്? ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം പഠിച്ചു. സിമ്പിളായിട്ട് അത് ഓർത്തിരിക്കാൻ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു. πr_l കൂടെ ബേസ് ഏരിയ കൂടി ചേരുന്നു, അത്രയേ ഉള്ളൂ. πr² കൂടി കൺസിഡർ ചെയ്യുന്നു. ബേസിന്റെ ഏരിയ πr² ആണ്, അതിനെ കൂടി കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ എന്താ? πr × r+l. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ, കോണെന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ, ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുന്ന ഇക്വേഷൻ തന്നെയാണ്. വ്യാപ്തം കാണുന്ന ഇക്വേഷൻ എന്താ? 1/3 πr²h. ഓക്കെ ആണോ? ഇത്രയും ഇക്വേഷൻ കയ്യിലുള്ള ഒരാൾക്ക് കോണിലെ ഒരു ചോദ്യവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല. ഈ ഒരു ലിമിറ്റിനപ്പുറത്ത് നിന്നുള്ള ഒരു ചോദ്യം കോണിൻ്റെ അകത്തില്ല. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കോണിന്റെ ഫണ്ടമെന്റൽസ് എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, നന്നായി പഠിക്കുക. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.